ഹായ് ഫ്രണ്ട്സ്, ഈസി മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 19 നടന്ന SSLC മാത്സ് എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. എല്ലാവരും ആൻസേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ആൻസേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയുന്നവർക്ക് ഈസി ആയിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ്? സീക്വൻസ് എന്താ തന്നിരിക്കുന്നത്? 1, 4, 9 എന്നതാണ് സീക്വൻസ്. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അടുത്തത് 4 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 16 ആയിരിക്കും ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, if the sum of second and fifth terms of an arithmetic sequence is 17, then the sum of third and fourth terms is also 17. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, in an arithmetic sequence of the sum of two positions is equal to the sum of other two positions, then the sum of the terms at each pair is the same. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ രണ്ടാമത്തെ ടേമും x2 അതുപോലെ അഞ്ചാമത്തെ ടേമും x5 ഈക്വൽ ടു അതിന്റെ സം എന്ന് പറയുന്നത് 17 ആണെങ്കിൽ മൂന്നാമത്തെ ടേമിന്റെയും നാലാമത്തെ ടേമിന്റെയും സമ്മും 17 ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളൊരു അരിത്മെറ്റിക് സീക്വൻസിനെ x1, x2, x3, x4, xy, x6 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓരോ ജോഡികളുടെയും സമ്മ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x1ന്റെയും x6ന്റെയും സമ്മ് ഈക്വൽ ആയിരിക്കും, x2ന്റെയും x5ന്റെയും സമ്മ് ഈക്വൽ ആയിരിക്കും, അതുപോലെ x3യുടെയും x4ന്റെയും സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് സ്ഥാനങ്ങളുടെ സമ്മ് 1 + 6 ഈക്വൽ ടു 7 ആണ്. അതുപോലെ 2 + 5 ഈക്വൽ ടു 7 ആണ്. അതുപോലെ 3 + 4 ഈക്വൽ ടു 7 ആണ്. സ്ഥാനങ്ങളുടെ സമ്മ തുല്യമാണെങ്കിൽ ടേംസിന്റെ സമ്മ തുല്യമായിരിക്കും, പദങ്ങളുടെ സമം തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ സ്ഥാനം രണ്ടാമത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ 7 വരിക. അതുപോലെ 3ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 7 ആണ് കിട്ടുന്നത്. അപ്പൊ സ്ഥാനങ്ങളുടെ സമ തുല്യമാണെങ്കിൽ പദങ്ങളുടെ സമം തുല്യമായിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ കാരണം തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ തുല്യമാണ്. ബോത്ത് ആർ ട്രൂ എന്ന ഓപ്ഷനാണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് വൈ? നാച്ചുറൽ നമ്പേഴ്സിനെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 6ന്റെ ഗുണിതങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0, 6, 12, 18 ഇങ്ങനെ പോകും 6ന്റെ ഗുണിതങ്ങൾ അല്ലെ? അപ്പൊ ഈ ഗുണിതങ്ങളുടെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് ശിഷ്ടം 4 വരുന്ന സംഖ്യകൾ കിട്ടും. അപ്പൊ 0 + 4 4 എന്ന് വരും, 6 + 4 10 എന്ന് വരും, 12 + 4 16, 18 + 4 22. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും ശ്രേണി. 4, 10, 16, 22 എന്നിങ്ങനെ കിട്ടുന്നതായിരിക്കും 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരുന്ന സംഖ്യകൾ. അപ്പൊ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാന്തര ശ്രേണിയാണോ? ഈ ശ്രേണി 6 കൂട്ടിയിട്ടാണ് വരുന്നത്. 4ന്റെ കൂടെ 6 കൂട്ടി 10, 10 + 6 16, 16 + 6 22 ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെ ഒരു പൊതു വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. d = 6 ആണ് അല്ലെ? അപ്പൊ ഒരു പൊതുവായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് ആ ശ്രേണിക്ക് എങ്കിൽ ആ ശ്രേണിയെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണെന്ന് പറയാം അല്ലെ? ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിംഗ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. ഈസ് ദിസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഓഡ് നമ്പേഴ്സിനെ, അതായത് ഒറ്റ സംഖ്യകളെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓഡ് നമ്പേഴ്സ് നമുക്ക് 1, 3, 5, 7, 9, 11, 13, 15, 17 ഇങ്ങനെ പോവും ഓഡ് നമ്പേഴ്സിന്റെ ശ്രേണി അല്ലെ? ഈ ശ്രേണിയിലെ ഓരോ നമ്പേഴ്സിനെയും 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റ സംഖ്യകളെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം വരുന്നതും ഇതേ സംഖ്യ തന്നെയായിരിക്കും. 1, 3, 5, 7, 9
അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1, 3, 5, 7, 9 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇതുവരെ നോക്കുകയാണെങ്കിൽ ഈ 9 വരെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. പക്ഷേ ഈ 9ന് ശേഷം വീണ്ടും 1 വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല. കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ 14, 23, 32 etc. is an arithmetic sequence. 14, 23 and 32 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is the difference between any two terms of this arithmetic sequence be to 108 y. ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 14, 23, 32 ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? 23 - 14 = 9 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെ. അപ്പൊ ഓരോ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദം എടുത്ത് നോക്കിയാലും അപ്പൊ ആ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, കോമൺ ഡിഫറൻസിന്റെ ഗുണിതമായിരിക്കും. തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് 9 ആണ്. അപ്പോൾ അതുപോലെ ആ ശ്രേണിയിലെ ഏത് രണ്ട് ടേംസ് എടുത്ത് നോക്കിയാലും ആ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈ കോമൺ ഡിഫറൻസിന്റെ ഗുണിതമായിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് അപ്പൊ ഈ 108 എന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 108നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ശിഷ്ടം 0 കിട്ടുന്നുണ്ടെങ്കിൽ, നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ശിഷ്ടം 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ 108 രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പറയാം. നമുക്ക് ഇവിടെ അറിയാം 12 × 9 108 ആണ്. അതായത് 108നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. 108ന് കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 108 എന്നത് ഈ ഒരു 14, 23, 32 എന്ന ശ്രേണിയിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് നമുക്ക് പറയാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. 14, 23, 32 എന്ന ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ 15th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x15 എന്ന് പറയുന്നത് f പ്ലസ് 15ാമത്തെ പദം കണ്ടുപിടിക്കാൻ 14d 14d ആണ്. അപ്പം x15 = ഇവിടെ നമുക്ക് d = 9 ആണ്, f = 14 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 14 + 14 × 9 14 + 126 = 140 എന്ന് ആൻസർ കിട്ടും. അതായത് 15ാമത്തെ x15 = 140 ആണ്. ഇനി ഇതിലെ തന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദിസ് സീക്വൻസ്? 230 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? xn - x1 / d + 1. ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അവസാന പദം അല്ലെങ്കിൽ nth ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ ഇവിടെ 230 ആണ് അവസാനത്തെ പദം പറഞ്ഞിരിക്കുന്നത്. 230 മൈനസ് ആദ്യ പദം 14 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1 ആണ്. അപ്പൊ 230ൽ നിന്ന് 14 പോയാൽ 216 ബൈ 9 പ്ലസ് 1. 216നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 24 എന്ന് കിട്ടും. 24 പ്ലസ് 1 = 25 ആണ്. അതായത് 230 എന്നത് 25ാമത്തെ പദമാണ്. ഈ ശ്രേണിയിലെ 25ാമത്തെ പദമാണ്. x25 ആണ് 230 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തേല് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ A, the 4th term of an arithmetic sequence is 51 and the 6th term is 45. What is the 5th term? എന്താ പറഞ്ഞിരിക്കുന്നത്? 4th term x4 = 51 and x6 = 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ 5th ടേം? അപ്പോൾ x5 എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ പദം 51, 6ാമത്തെ പദം 45 ആയാൽ 5ാമത്തെ പദം എത്രയാണ്? ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. x5 രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ മധ്യപദം മിഡിൽ ടേം ആണ്. x4ന്റെയും x6ന്റെയും മിഡിൽ ടേം ആണ് x5 എന്നത്. മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. രണ്ട് തരത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. മിഡിൽ ടേം കണ്ടുപിടിക്കുമ്പോൾ x4 + x6 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് x5 കിട്ടും. അപ്പോൾ 51 + 45 ഡിവൈഡഡ് ബൈ 2
ഈക്വൽ ടു 51 45 96 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 48 എന്ന് കിട്ടും. ഇനി അതല്ല പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. അപ്പൊ ഡി ഈക്വൽ ടു പദവ്യത്യാസം എന്ന് പറയുന്നത് x6 മൈനസ് x4 ഡിവൈഡഡ് ബൈ 6 മൈനസ് 4. 45 മൈനസ് 51 ഡിവൈഡഡ് ബൈ 2 6 മൈനസ് 4 2 ഈക്വൽ ടു 45 51 പോയ മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 3. അതായത് പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു മൈനസ് 3 ആണ് വരിക. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ x5 കണ്ടുപിടിക്കാൻ. x5 ഈക്വൽ ടു അല്ല x4 പ്ലസ് പൊതുവ്യത്യാസം ഈക്വൽ ടു 51 പ്ലസ് മൈനസ് 3 എന്ന് വരും. 51 മൈനസ് 3 ഈക്വൽ ടു 48 എന്ന് വരും ആൻസർ. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത്ത് ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ഫിഫ്ത്ത് ടേമിന്റെ കൂടെ അഞ്ചാം പദത്തിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് ഒന്നാം പദം കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫിഫ്ത്ത് ടേം x5 ഈക്വൽ ടു 48 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡി ഈക്വൽ ടു -3 എന്നും നമുക്ക് കിട്ടി. അപ്പൊ വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത്ത് ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. x1 കിട്ടാൻ x1 എന്ന് പറയുന്നത് xy മൈനസ് 4d ആണ് അല്ലെ. ആദ്യ പദം എന്ന് പറയുന്നത് അഞ്ചാമത്തെ പദത്തിൽ നിന്ന് 4 തവണ പൊതുവ്യത്യാസം കുറച്ചതാണ്. അപ്പോൾ നമുക്ക് 48 4 ഇൻറ്റു -3 കിട്ടും. 48 മൈനസ് 12 ഈക്വൽ ടു 48 പ്ലസ് 12 ഈക്വൽ ടു 60. അതായത് x1 നമുക്ക് ഇവിടെ 60 ആണെന്ന് കിട്ടും. x1 എത്രയാണെന്നല്ല ചോദ്യം, 48ന്റെ കൂടെ അതായത് x5ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 60 കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 48ന്റെ കൂടെ 12 ആണ് കൂട്ടിയത്. അപ്പൊ ആൻസർ 12. ആൻസർ നമുക്ക് 12 കൂട്ടണം എന്നാണ് വരിക. അഞ്ചാം പദത്തിന്റെ കൂടെ 12 കൂട്ടിയാൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും എന്ന് എഴുതാം. ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് ടേം നമുക്ക് x1 ഈക്വൽ ടു 60 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. രണ്ടാമത്തെ ടേം x2 ഈക്വൽ ടു 60 പ്ലസ് പൊതുവ്യത്യാസം കൂട്ടുക, ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയ -3 ഈക്വൽ ടു 57. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് x2 പ്ലസ് d ഈക്വൽ ടു 57 പ്ലസ് -3 ഈക്വൽ ടു 57 - 3 54. അപ്പൊ നമുക്ക് ശ്രേണി എന്ത് വരും? ഫസ്റ്റ് മൂന്ന് പദങ്ങൾ ഏതൊക്കെയാണ്? 60 57 54. ഇതായിരിക്കും കിട്ടുന്ന ശ്രേണി. ഫസ്റ്റ് മൂന്ന് പദങ്ങൾ ഇതായിരിക്കും വരിക. ക്ലിയർ ആയല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിൽ ബി ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 133 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് 511. അത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 7 ടേംസിന്റെ സം എന്ന് പറയുന്നത് 133 ആണ്. അപ്പോൾ അതിന് S7 ഈക്വൽ ടു 133 എന്ന് എഴുതാം. ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് 511. S14 ഈക്വൽ ടു 511 എന്നും എഴുതാം. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? 7 പദങ്ങളുടെ മിഡിൽ ടേം ആയിരിക്കും, അല്ലെങ്കിൽ മധ്യപദമാണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത് അല്ലെ. അതിന് പദങ്ങളുടെ തുകയെ നമുക്ക് എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. അപ്പോൾ x7 ഈക്വൽ ടു 133 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് x4 എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. അപ്പോൾ S7നെ 7 പദങ്ങളുടെ തുകയെ 2 പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മധ്യപദം കിട്ടും. അതായത് 133 ആണ് 7 പദങ്ങളുടെ തുക, 7 പദങ്ങളുടെ സം എന്ന് പറയുന്നത്. അതിനെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 133നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 19 എന്ന് ആൻസർ കിട്ടും. x4 ഈക്വൽ ടു 19 ആണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ 11th ടേം? 14 പദങ്ങളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിലെ ജോഡികൾ, നമ്മൾ ഇരട്ട സംഖ്യകളാണെങ്കിൽ മധ്യപദം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ ജോഡികളായിട്ടാണ് എടുക്കുന്നത്. ഓരോ ജോഡികളുടെയും പദസ്ഥാനങ്ങളുടെ തുക തുല്യമായിരിക്കും. സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുക തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 1 + 14, ഒന്നാമത്തെയും 14ാമത്തെയും പദങ്ങളുടെ തുക തുല്യമായിരിക്കും. അതായത് സ്ഥാനങ്ങൾ 15 ആയിരിക്കും വരിക. അതുപോലെ പദവും രണ്ടാമത്തെ ടേമും 13ാമത്തെ ടേമും സമ ഈക്വൽ ആയിരിക്കും. 3 +
12 മൂന്നാമത്തെയും 12ാമത്തെയും ടേംസിന്റെ സം ഈക്വൽ ആയിരിക്കും. അതുപോലെ 4ാമത്തെയും 11ാമത്തെയും ടേംസിന്റെ സം ഈക്വൽ ആയിരിക്കും അല്ലെ. ഇങ്ങനെ 14 ടേംസ് ആണെങ്കിൽ നമുക്ക് ജോഡികൾ 14/2 7 ജോഡികൾ കിട്ടും. 7 ജോഡികളിൽ ഒരു ജോഡിയുടെ തുക എത്രയായിരിക്കും? ആകെ തുക നമുക്ക് 511 ആണെന്ന് അറിയാം. 511നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അതിൽ ഒരു ജോഡിയുടെ തുക കിട്ടും. 511നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 73 എന്ന് കിട്ടും. അതായത് ഈ ഓരോ ജോഡികളുടെയും തുക 73 ആണ്, 73 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ x11 പ്ലസ് x4 ഈക്വൽ ടു 73 ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ x11 പ്ലസ് x4 ഈക്വൽ ടു 73 ആണ്. അതിൽ x4 എത്രയാണെന്ന് നമുക്കറിയാം. x11 പ്ലസ് x4 19 ആണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈക്വൽ ടു 73 ആണ്. x11 എന്ന് പറയുന്നത് 73 മൈനസ് 19 ഈക്വൽ ടു 54 എന്ന് കിട്ടും. x11 11th ടേം ഈസ് ഈക്വൽ ടു 54 എന്ന് കിട്ടും. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. x4 ഈക്വൽ ടു 19 ആണ്. അതുപോലെ x11 ഈക്വൽ ടു 54 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഇതിൽ നിന്ന് പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം. d ഈക്വൽ ടു എന്താണ്? ടേംസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. ടേംസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 54 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4. അപ്പൊ 54 മൈനസ് 19 എത്രയാണ്? 35 എന്ന് കിട്ടും. 35 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 5. അതായത് d ഈക്വൽ ടു 5 ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്ന് ശ്രേണി എഴുതാൻ സുഖല്ലേ. x4 ഈക്വൽ ടു x1 എത്ര വരിക? x1 എന്ന് പറയുന്നത് x4ൽ നിന്ന് 3d കുറച്ചതാണ് അല്ലെ. 3 തവണ കോമൺ ഡിഫറൻസ് കുറച്ചതാണ് x1 എന്ന് പറയുന്നത്. അപ്പം x4 19 ആണ്. 19 മൈനസ് 3 ഇൻറ്റു 5 ഈക്വൽ ടു 19 മൈനസ് 15 ഈക്വൽ ടു 4. അപ്പൊ ഫസ്റ്റ് ടേം 4 ആണ്. x2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ കൂടെ x1 പ്ലസ് d ആണ്. അപ്പൊ 4 പ്ലസ് 5 ഈക്വൽ ടു 9 ആണ്. x3 എന്ന് പറയുന്നത് x2 പ്ലസ് d ആണ്. 9 പ്ലസ് 5 ഈക്വൽ ടു 14 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 3 ടേംസ് ഏതാണ്? 4 9 14. 4 9 14 ഇതാണ് സീക്വൻസ് വരിക. ക്ലിയർ ആയല്ലോ. ഇനി 6th ക്വസ്റ്റ്യൻ. The 5th term of an arithmetic sequence is 42 and its 8th term is 62. Find the second term. What is the 14th term? Calculate the sum of first 18 terms. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 5th term of an arithmetic sequence is 42. x5 equal to 42 and x8 equal to 8th term equal to 62. അഞ്ചാം പദം 42ഉം 8ാം പദം 62ഉം ആണ്. അപ്പോൾ ഫൈൻഡ് ദ സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം ഈക്വൽ ടു എന്താണ്? x5ൽ നിന്ന് 3 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അപ്പൊ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 62 മൈനസ് 42 ഡിവൈഡഡ് ബൈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, സ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 8 മൈനസ് 5 ഈക്വൽ ടു 20/3 ആണ്. അതായത് കോമൺ ഡിഫറൻസ് വരുന്നത് 20/3 ആണ്. അപ്പം x2 എന്ത് വരും? x2 ഈക്വൽ ടു x5 മൈനസ് 3d. x5 എന്ന് പറയുന്നത് 42 മൈനസ് 3 ഇൻറ്റു d 20/3 ആണ്. അപ്പോൾ 42 മൈനസ് 3 ക്യാൻസൽ ആയി പോയി, മൈനസ് 20 ഈക്വൽ ടു 22 എന്ന് ആൻസർ കിട്ടും. അതായത് സെക്കൻഡ് ടേം 22 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 14th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 8th ടേം 62 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x14 കണ്ടുപിടിക്കാൻ x8 പ്ലസ് 8 ഇൻറ്റു x8ന്റെ കൂടെ 6 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. x8 പ്ലസ് 6d ആണ്. അപ്പോൾ x8 ഈക്വൽ ടു 62 ആണ്. 62 പ്ലസ് 6 ഇൻറ്റു കോമൺ ഡിഫറൻസ് 20/3. 6 3 കൊണ്ട് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 2 വരും. ഈക്വൽ ടു 62 പ്ലസ് 2 ഇൻറ്റു 20 40 ഈക്വൽ ടു 62 പ്ലസ് 40 102 എന്ന് ആൻസർ കിട്ടും. അതായത് 14ാമത്തെ പദം 102 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അതിൽ സം ഓഫ് 18 ടേംസ്, 18 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ S18 എങ്ങനെ കണ്ടുപിടിക്കും?
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 18 ടേംസിന്റെ S18 കണ്ടുപിടിക്കാനാണ് 18 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. S18 ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn, അതായത് 18/2 ഇൻറ്റു x1 എത്രയാണെന്ന് നമുക്കറിയില്ല, xn അറിയില്ല. x1 പ്ലസ് xn, ഒന്നാമത്തെ പദം അറിയില്ല, 18ാമത്തെ പദം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. പക്ഷെ കോമൺ ഡിഫറൻസ് 20/3 ആയതുകൊണ്ട്, ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജോഡികൾ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. 1 മുതൽ 18 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പദവും 18ാമത്തെ പദവും ജോഡികളായിരിക്കും. രണ്ടാമത്തെയും 17ാമത്തെ പദവും ജോഡികളായിരിക്കും. മൂന്നാമത്തെയും 16ാമത്തെ പദവും ജോഡികളായിരിക്കും. നാലാമത്തെയും 15ാമത്തെയും പദം ജോഡികളായിരിക്കും. അഞ്ചാമത്തെയും 14ാമത്തെയും ടേംസ് ജോഡികളായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും നമുക്കറിയോ? അഞ്ചാമത്തെയും 14ാമത്തെയും പദം നമുക്കറിയാം. 5 ഈക്വൽ ടു 42 ആണെന്ന് നമുക്കറിയാം. അതുപോലെ x14 ഈക്വൽ ടു 102 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. ഈ രണ്ട് പദങ്ങളുടെ തുകയും ഈ x1 പ്ലസ് xn എന്ന തുകയും ഈക്വൽ ആയിരിക്കും. x1 പ്ലസ് xn എന്ന് പറയുന്നത് x1 പ്ലസ് x18 ഈക്വൽ ടു x5 പ്ലസ് x14 ആണ് അല്ലെ. അപ്പൊ xy പ്ലസ് x14, അത് x5ഉം x14ഉം നമുക്കറിയാം. അത് എത്രയാണ്? xy പ്ലസ് x14 ഈക്വൽ ടു എത്രയാണ്? 42 പ്ലസ് 102 ഈക്വൽ ടു 144 എന്ന് കിട്ടും. 144 അതായത് ഇവിടെ x1 പ്ലസ് x18 ഈക്വൽ ടു 144 തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോ S18 എത്ര വരും? n/18/2, ഇവിടെ 144 എന്ന് എഴുതാം. x1 പ്ലസ് xnന്റെ സ്ഥാനത്ത് 144 എന്ന് എഴുതാം. ഇവിടെ 9, 18/2 9 ഇൻറ്റു 144 ഈക്വൽ ടു, ഇതിന് ചെയ്യുന്ന സമയത്ത് 1296 എന്ന്, 9 ഇൻറ്റു 144 ഈക്വൽ ടു 1296 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. അതായത് ആദ്യത്തെ 18 പദങ്ങളുടെ തുക 1296 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ്. 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സെക്ഷൻ ബി ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഒരുമിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് സെക്ഷൻ ബി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.